അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് കളക്ഷനിലേക്ക് ഒരു വ്യക്തി കൂടി വരാൻ പോവാണ്. ഇത് നമ്മളെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 13 പ്രോൻ്റെ വാച്ചാണ്. ഇത് ഐഫോൺ 12ൻ്റെ ആണ്. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ 3GS. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മൾ ഇപ്രാവശ്യം ഒരു ആപ്പിൾ വാച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ചാണ്. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 3 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ സീരീസ് 3യിൽ അപ്ഡേഷനൊക്കെ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അപ്ഡേഷനൊന്നും അവൈലബിൾ അല്ല സീരീസ് 3. അപ്പോൾ അത് കൊടുക്കേണ്ടി വന്ന്. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് സീരീസ് 9 45mm മിഡ് നൈറ്റിൻ്റെ പുതിയ ആപ്പിൾ വാച്ച് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. ഈ ബോക്സിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ. ബോക്സ് പഴയ ഒരു പ്ലെയിൻ വൈറ്റ് ബോക്സ് തന്നെയാണ്. നമുക്ക് ഉള്ളിൽ സാധനത്തിൽ വല്ല നല്ല മാറ്റം ഉണ്ട് എന്നാണ് കേട്ടത്. ഒരുപാട് സീരീസ് 3യിൽ ഞാൻ യൂസ് ചെയ്തതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലഡ് ഓക്സിജന്, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഡിസ്പ്ലേയിൽ നല്ല മാറ്റം ഉണ്ടല്ലോ. സീരീസ് 3യിൽ ചെറിയ ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു സീരീസ് ഏതോ മുതലേ നിങ്ങൾക്ക് അറിയില്ല, സീരീസ് 5, 4, 5, 6, 7 ഒന്നും ഞാൻ കണ്ടിട്ടും കൂടിയില്ല, മര്യാദക്ക് നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല. പക്ഷേ എനിക്ക് വാങ്ങണം നല്ലതുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ സീരീസ് 9 വരെ കാത്തുനിന്നിട്ട് സീരീസ് 9 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ കാത്തിരുന്ന ആപ്പിൾ വാച്ച് സീരീസ് 9 45mm. നമുക്കിവിടെ കാണാം ആപ്പിൾ വാച്ച് സീരീസ് 9 45mm മിഡ് നൈറ്റ് മീഡിയം ലാർജ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ബോക്സിങ്ങിന് ഇതൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഓപ്പണിങ് വൈസ് ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഉള്ളിലൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഉള്ളിൽ ഈ ഒരു നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ട്രാപ്പ് വൈസുള്ള ഡിസൈൻ. പിന്നെ നമുക്ക് 2 ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഒരു സ്ട്രാപ്പിൻ്റെ ഒരു ബോക്സും ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു ബോക്സും വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്ട്രാപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ 2 ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ. സ്പോർട്സ് ബാൻഡും ഉണ്ട്, പിന്നെ ലൂപ്പ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പോർട്സ് ബാൻഡാണ് പ്രിഫർ ചെയ്തത്. ബാൻഡ് പിന്നെ നമുക്ക് എപ്പോഴും ആമസോണിലൊക്കെ അവൈലബിൾ ആണല്ലോ ഒരുപാട് ബാൻഡുകൾ. അപ്പോൾ നമുക്ക് ഏത് ബാൻഡും വാങ്ങാം. പക്ഷേ എനിക്ക് ആ ലൂപ്പ് ബാൻഡ് എനിക്ക് അത്ര വെൽക്രോ വരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്പോർട്സ് ബാൻഡാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നമ്മളെ സ്പോർട്സ് ബാൻഡ് കാണാം. ഒരു ബാൻഡിനായിട്ട് സെപ്പറേറ്റ് ബോക്സ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ സ്ട്രാപ്പ് ഇങ്ങനെ എടുക്കാം. ഈ ഒറിജിനൽ സ്ട്രാപ്പിൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെ കേട്ടോ. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്ട്രാപ്പിനും വേണ്ടിയിട്ട് ഒരു ഫുൾ ബോക്സ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോക്സ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഒറിജിനൽ ആപ്പിൾ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഭയങ്കര ക്വാളിറ്റി കേട്ടോ. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സ്ട്രാപ്പുകൾ വാങ്ങുന്നതിൽ വെച്ചിട്ട് നമുക്ക് ഈ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രാപ്പ്. ഓക്കെ, അതിൻ്റെ സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് സ്ട്രാപ്പ് ഒന്ന് മാറിയെന്നോ. നമ്മളെ പ്രൊഡക്റ്റ്, മെയിൻ പ്രൊഡക്റ്റ്, നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇവിടെ നമുക്ക് സീൽഡ് പാക്കിൽ ഇത് ആപ്പിൾ വാച്ചൊക്കെ ശരിക്കും ഫ്രഷ് തന്നെ എടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ പെട്ടെന്ന് ഡിസ്പ്ലേ സ്ക്രാച്ച് വരും. അപ്പോൾ നമ്മൾ നല്ല ഇത് ഭയങ്കര ഡിസ്പ്ലേ നല്ല സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തിട്ട്, ഞാൻ ഒരു ഗ്ലാസ് പ്രൊട്ടക്ടർ വാങ്ങിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത പാട് ഞാൻ ആ ഗ്ലാസ് പ്രൊട്ടക്ടർ ഇടണം, കാരണം ആപ്പിൾ വാച്ച് നല്ല പെട്ടെന്ന് സ്ക്രാച്ച് ആവും. നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. ഓക്കെ, 2 സീലും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ബോക്സ് ഇങ്ങനെ തുറന്നാൽ വാവ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നല്ലൊരു കവറിലാട്ടോ കൊടുത്തിട്ടുള്ളത്, ഒരു ബ്ലാക്ക് കവറിൽ. ഇവിടെ 45mm എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കവറിന്ന് പുറത്തേക്ക് എടുക്കാം. കവർ ഇങ്ങനെ പൊട്ടിക്കലാവോ? അവിടെ ഒരു ഇതുണ്ട്. ഇത് പേപ്പർ കവറാട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കയറിയെടുക്കാൻ തോന്നുന്നു. ആകെ കയറിയല്ലോ. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച്. ഓഫ്, എന്ത് ക്ലീൻ. ഇങ്ങനെ ഡിസ്പ്ലേൻ്റെ ഇതൊക്കെ നോക്കിയേ. ഓഫ്, പൊളി. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കിയേ ഗൈസ്. അല്ല, മിറർ പോലെ തിളങ്ങുന്നുണ്ട്. നമ്മളെ ഫോണിൻ്റെ അത്ര, ഫോണിൽ തീരെ കണ്ട് എന്താ പറയുക, ഫോക്കസ് ആവണില്ല. അതും കിടിലൻ സാധനം കേട്ടോ. ഗൈസ്, നമുക്ക് ഫസ്റ്റ് സ്ട്രാപ്പ് ഇടാം. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് മുകളിലാണ് വരിക. അപ്പോൾ ഇവിടെ മുകളിൽ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓണാക്കാം കേട്ടോ. ഫസ്റ്റ് സ്ട്രാപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓണാക്കാം.
ഓ, ആപ്പിളിൻ്റെ ലോഗോ. ഫസ്റ്റ് ടൈം നമ്മൾ ആപ്പിൾ വാച്ച് ഓൺ ചെയ്തിട്ടുള്ള ഒരു ഇത്. ഇനി ഓൺ ആവട്ടെ. ഓണായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു അൺബോക്സിങ് വീഡിയോ. അല്ല, ഇവിടെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അൺബോക്സിങ് പൂർത്തിയായിട്ടില്ലേ? അൺബോക്സിങ്ങിൻ്റെ തീരാൻ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്. നമ്മളെ ചാർജർ. അഡാപ്റ്റർ ഇല്ലാത്തെന്ന് വിചാരിച്ചിട്ട് ചാർജർ കേബിളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കേബിൾ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സി ടൈപ്പായിട്ടാണ് വരുന്നത് കേബിൾ. അപ്പം നമുക്ക് ഇനി ഐഫോണിൻ്റെ 20 വാട്ട് അഡാപ്റ്ററിൽ തന്നെ നമുക്ക് സി ടൈപ്പ് ഡയറക്റ്റായിട്ട് കൊടുക്കാം. മുന്നൊക്കെ USB ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അങ്ങനെ എടുക്കുക. ചാർജറിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് നല്ല ഒരു സ്റ്റീൽ പോലെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. മുന്നൊക്കെ ഇവിടെ പ്ലെയിൻ വൈറ്റ് ആണ്, നല്ല സ്ക്രാച്ചും ചളിയുമായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള. പിന്നെ മെറ്റീരിയലിലും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ചാർജർ കേബിളിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വേറൊരു മെറ്റീരിയലാണ് കേബിൾ വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. ഒരു സാധാരണ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ കേബിളല്ല, ഒരു ക്ലോത്ത് പോലത്തെ ഒരു കേബിളിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഇത് സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ. ഇതിൽ നമുക്ക് ആ യൂസർ മാനുവൽ പോലത്തെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കാം. നമുക്ക് നമ്മളെ ആപ്പിൾ വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സീരീസ് 9 GPS 45mm ആണ്. ഇതിൽ 2 വേരിയൻ്റ് ഉണ്ട്. GPS ഉണ്ട്, അതുപോലെ തന്നെ സെല്ലുലാറും ഉണ്ട്. ഇപ്പോൾ ഞാൻ GPS എടുക്കാനുള്ള കാരണം GPSൻ്റെ പ്രൈസ് വരുന്നത് 44,900 ആണ്. അതുപോലെ തന്നെ സെല്ലുലാർ ആണെങ്കിൽ 10,000 റുപ്പീസ് കൂടിയിട്ട് 54,900 സെല്ലുലാറിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഒരു 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഈ GPS സെല്ലുലാറും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് GPS ധാരാളമാണ്. കാരണം GPS സെല്ലുലാറിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആകെ സെല്ലുലാറിൽ നമുക്ക് സിം ഇടാമെന്ന്, അതും ഫിസിക്കലായിട്ടല്ല, സിം ആയിട്ട് സിം ഇടാമെന്ന് മാത്രമുള്ളൊരു ഡിഫറൻസ് അല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ 10,000 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ട്, കാരണം നമ്മളൊക്കെ ഫുൾ ടൈം ഫോണ് നമ്മളെ കൂടെ ഉണ്ടാവും ഏത് നേരവും. ഈ ഫോണ് ഇല്ലാതെ ഈ സെല്ലുലാറിൻ്റെ ഒറ്റ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ഫോണ് ഇല്ലെങ്കിലും നമുക്ക് വാച്ചിൽ കോൾ ചെയ്യാനും നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും സിം ഉപയോഗിച്ചിട്ട്. അത് നമുക്ക് എയർടെല്ലിൽ ഇപ്പോൾ എനിക്ക് പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയില്ല. ഗൂഗിളിൽ നോക്കുമ്പോൾ എയർടെൽ സിമ്മിന് പോസ്റ്റ് പെയ്ഡ് മാത്രമേ ഈ സിം സപ്പോർട്ട് ചെയ്യണുള്ളൂ വാച്ചിൽ. അതുപോലെ തന്നെ ജിയോ സിം ഉണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ജിയോ, എയർടെലും പിന്നെ VI ഉണ്ട് തോന്നുന്നു. അങ്ങനെ അവരെ ഈ 3 സിമ്മാണ് ഈ സെല്ലുലാർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ യൂസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഫുൾ ടൈം ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ചിലും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഫോൺ ഇല്ലാത്ത സമയത്ത് മാത്രം നമുക്ക് വളരെ ചെറിയ സാഹചര്യങ്ങളിൽ മാത്രമേ സെല്ലുലാർ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 10,000 കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ GPS തന്നെയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെ GPS വാച്ച്. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളെ കയ്യിൽ കെട്ടാൻ പോവാണ്. നല്ല കൈമൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി കുറേ സ്ട്രാപ്പൊക്കെ വാങ്ങണം. ഇതിപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സ്ട്രാപ്പാണ്. ഞാൻ നൈക്കിൻ്റെ ഒരു സ്ട്രാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സീരീസ് 3 അത് ഉപയോഗിച്ച് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നൈക്കിൻ്റെത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈക്ക് എത്തിയിട്ട് വേണം. ഇപ്പോൾ തൽക്കാലം ഇത് യൂസ് ചെയ്യണം. കിട്ടില്ല സാധനം കേട്ടോ. ഇനി നമുക്കിത് ഫുള്ളൊന്ന് സെറ്റപ്പ് ചെയ്യണം. ഫോണിനായിട്ട് കണക്ട് ചെയ്തിട്ട് ഫുള്ളൊന്ന് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാനിതൊന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ അഭിപ്രായം എന്നൊക്കെ വീണ്ടും പിന്നീടുള്ള ഏതെങ്കിലും വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും സംഭവം ഷെയറാണ്, ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് കളക്ഷനിലേക്ക് ഒരു വ്യക്തി കൂടി വരാൻ പോവുകയാണ്. ഇത് നമ്മളെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 13 Proൻ്റെ പൗച്ചാണ്. ഇത് iPhone 12ൻ്റെ ആണ്. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ 3GS, നമ്മളെ പഴയ 3GS ആണ്. പിന്നെ ഇവിടെ ഒരു ഗെയിം സ്റ്റിക്കും, പിന്നെ എൻ്റെ പഴയ ഐപോഡിൻ്റെ പരിപ്പെടുത്ത പീസ് ഉണ്ട്, അതുണ്ട്. പിന്നെ നമ്മളെ MI Band 2 ഉണ്ട് കേട്ടോ, MI Band 2. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് ആപ്പിൾ വാച്ച് SE ആണ് കേട്ടോ, ആപ്പിൾ വാച്ച് SE. ഇത് എൻ്റെ പഴയ ആപ്പിൾ വാച്ച് സീരീസ് 3 നൈക്ക് പ്ലസ്, സീരീസ് 3 നൈക്ക് എഡിഷന്. ഇതൊക്കെ എൻ്റെ പഴയ ഫോണുകളാണ് കേട്ടോ. 7 പ്ലസ് 7, എൻ്റെ എയർപോഡ്, എൻ്റെ പഴയ കളക്ഷൻസൊക്കെ ഉണ്ട്. എൻ്റെ ഐപാഡ്, ഐപോഡ്, iPhone 4S, എൻ്റെ പഴയ എല്ലാ കളക്ഷനും ഞാൻ അതേമാതിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം. ഇതിൻ്റെ പഴയ iPhone 6ൻ്റെ ബോക്സാണ്. ഇത് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് വെക്കാം.
മൈ മെമ്മറീസ്, അങ്ങനെ 3 ആപ്പിൾ വാച്ച്.